റിജിൽ മാക്കുറ്റിയിലേക്ക് പോകുന്നു. റിജിൽ മാക്കുറ്റി, നേരത്തെ നിതിൻ കിടച്ചേരി ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ആത്മവിശ്വാസം പാലക്കാട് എത്രത്തോളം ഫലവത്താകുമെന്നതാണ് ചോദ്യം. ഈ വയനാട്ടിലെ 8% ഇടിവും ചേലക്കരയിലെ 4% ഇടിവും പാലക്കാട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീ ഡോക്ടർ അരുൺ, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഏക മുന്നണി UDF ആണ്. കാരണം ഈ രണ്ട് സർക്കാരുകൾക്കെതിരെയായിട്ടുള്ള വലിയ വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകും. നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളല്ലല്ലോ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ്. വിലക്കയറ്റം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 1 കിലോ ഉള്ളിയുടെ വില 25 രൂപയാണ്. ആ രൂപത്തിൽ സാധാരണക്കാരെയും വീട്ടമ്മമാരെയും ബാധിക്കുന്ന വിലക്കയറ്റം ഒരു പ്രശ്നമാണ് ഇവിടെ. അതോടൊപ്പം തന്നെ പെൻഷൻ കിട്ടാത്ത പ്രശ്നം, പാലക്കാട് സംബന്ധിച്ചിടത്തോളം നെല്ലിൻ്റെ താങ്ങുവില കുറച്ചതുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ അടിസ്ഥാനപരമായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. വയനാടാവുമ്പോൾ കർഷകന്മാരുടെ പ്രശ്നങ്ങളുണ്ട്. രാജ്യം ഭരിക്കുന്ന സർക്കാർ, കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെ തന്നെയാണ് ആ വിഷയങ്ങൾ. വയനാടായാലും പാലക്കാടായാലും ചേലക്കരയിലാണ് വികസന രാഷ്ട്രീയം വ്യക്തമായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രചരണം നടത്തിയത്. പക്ഷെ ചേലക്കരയിൽ ഈ വികസന വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ സർക്കാരിനെതിരെ ഒരു സൂചന എന്ന വണ്ണം വിധി എഴുതാൻ കൂടുതൽ ആളുകൾ എത്തിച്ചേരേണ്ടതല്ലേ? ഇവിടെ 4% ആളുകൾ കുറവാണ്. അല്ല, ഞാൻ പറയട്ടെ, അതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഉപതെരഞ്ഞെടുപ്പായെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചേലക്കരയിലെ ജനതയും അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ എത്രയോ വർഷങ്ങളായി CPI കുത്തകവൽക്കരിച്ചിട്ടുള്ള ചേലക്കര ഇത്തവണ ഞങ്ങൾ ജയിക്കാൻ പോവാണ്. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. പിന്നെ ഇദ്ദേഹം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ CPM പ്രതിനിധി ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അത് പ്രശ്നമില്ല, ഞങ്ങൾ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ അത് പ്രശ്നമാണ്. കാരണം എന്താ, ഇപ്പം നിങ്ങൾ ഇട്ടാൽ ബർമുട, ഞങ്ങൾ ഇട്ടാൽ കളസാണോ? എന്താണ് ഞങ്ങൾക്ക് മാത്രം ലീഡ് വ്യത്യാസമുള്ളൊരു മണ്ഡലമാണ്. അവിടെ 2ാം സ്ഥാനത്ത് BJP ആണ്. അവിടെ വിജയസാധ്യതയുള്ള ഷാഫി പറമ്പിൽ BJPക്ക് സീറ്റ് കൊടുത്തു പോകുന്നു എന്നാണ് ചോദ്യം. അല്ല, എൻ്റെ പോയിന്റ് അതാണ്. നിങ്ങൾ ഈ 3000 എന്ന് പറയുന്നുണ്ടല്ലോ, അത് മെട്രോമൻ ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ് 3000 വർധന കുറവുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് VK ശ്രീകണ്ഠനാണ് ഇവിടുത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി. അവിടെ മത്സരിച്ചത് BJPയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ആ ചെയർമാനായി അദ്ദേഹം ഇവിടെ മുനിസിപ്പൽ കൗൺസിലറായും നിരവധി തവണ മത്സരിച്ച ഒരു വ്യക്തി ഇവിടെ വീണ്ടും മത്സരിക്കുമ്പോൾ അയാൾ 9000 വോട്ടിന് മുകളിൽ ശ്രീകണ്ഠൻ്റെ ലീഡുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് വോട്ട്. ആ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ജയിച്ച് കയറാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ ഡോക്ടർ അരുണോട് പറയാം. ഇവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്കകത്തുണ്ടായ അന്തഃഛിദ്രം, EP ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹത്തെ പേടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ടാവുക, കേസ് കൊടുത്തിട്ടുണ്ടാവുക. ഈ കേസുമായി ബന്ധപ്പെട്ട് DGP ഓഫീസിൽ ഒരു പരാതി സെല്ലിന് EP ജയരാജൻ കൊടുക്കണം. ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ കുറിച്ച് കൃത്യമായി നിയമ നടപടി എന്തെല്ലാം പ്രകാശ് ജാവേദ്കറുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് നിയമ നടപടി EP ജയരാജൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായിട്ടുണ്ട്? തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ആത്മകഥ വന്നത്. പാലക്കാടും എന്നൊരു ഭയം നിങ്ങൾക്കുണ്ടോ ഉല്ലാസ്? കാരണം ചേലക്കരയേക്കാൾ കൂടുതൽ വിജയസാധ്യത നിങ്ങൾ കണക്കാക്കുന്നത് പാലക്കാടാണ്. ഒറ്റ മിനിറ്റ് അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. BJPയുടെ വിഷയം എന്താ അറിയോ? BJPയുടെ സന്ദീപ് വാര്യർ ഉയർത്തിയ പ്രശ്നമുണ്ട്. ഇവിടെ പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മൂത്താൻ സമുദായം നിൽക്കുന്ന ഒരു നാട്ടിൽ ഇവരുടെ ആ സമുദായത്തിൽപ്പെട്ട സന്ദീപ് വാര്യർ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ പ്രശ്നം നടക്കുകയാണ് ഇവിടെ. അദ്ദേഹത്തിന്റെ അമ്മ മൂത്ത സമുദായത കൊണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥി അവിടെ പോയില്ല എന്ന് പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ ജാതീയമായ വിഷയങ്ങൾ പോലും BJPക്കകത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവ രണ്ട് മുന്നണികൾക്കെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകും. എൻ്റെ പൊന്നു അരുൺകുമാർ, ഇയാൾക്ക് വല്ല മാനസിക രോഗം ഉണ്ടാവും. അല്ലാതെ ഒരാളുടെ സമുദായം നോക്കി, ജാതി നോക്കി, ഇപ്പോൾ ഇവരുടെ മനസ്സിലുണ്ടല്ലോ ഈ തുഷ്ടമായിട്ടുള്ള ചിന്താഗതി തന്നെയാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ്. സാധാരണക്കാരിലേക്ക് വികസനം എത്തിക്കണമെന്നോ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്നോ ഒന്നുമല്ല ഇവരുടെ ആവശ്യം. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ, അവിടെ മിണ്ടാതിരി. താങ്കൾ സംസാരിക്കുമ്പോൾ മിണ്ടിയില്ലല്ലോ. താങ്കൾ ചെയ്തിട്ടുള്ള ക്രൂരതയും തെമ്മാടിത്തരങ്ങളൊക്കെ കേരളം കൃത്യമായി കണ്ടതാണ്. അതിന്റെ പേരിൽ കൃത്യമായിട്ട് പാർട്ടി നടപടിയെടുത്തവരല്ലേ?
പാവം പ്രസംഗമൊന്നും ഇവിടെ വേണ്ട. താങ്കൾ സംസാരിക്കുമ്പോൾ മാന്യമായി ഇരുന്നത് പറയുന്നതെല്ലാം ശരിയായതുകൊണ്ടല്ല. പക്ഷേ താങ്കൾ എന്റെ ഒരു മാന്യതയുടെ അടിസ്ഥാനത്തിലും ഉണ്ടാകുന്നില്ല. അരുൺകുമാറെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒന്നും മിണ്ടാതെ ഓക്കെ റിജിൽ ഒരു നിമിഷം ഉല്ലാസം തുടരാം. ഈ വൃത്തികെട്ടവരോട് മിണ്ടാതിരിക്കാൻ നമുക്ക് വ്യക്തിപരമായി പോകണ്ട, നമ്മൾ രാഷ്ട്രീയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. റിജിൽ ഒരു നിമിഷം ഒരാൾ സംസാരിക്കുന്നത് റിജിൽ വഴങ്ങണം, റിജിൽ വഴങ്ങണം, റിജിൽ വഴങ്ങണം, റിജിൽ വഴങ്ങണം, സംസാരിക്കാൻ റിജിൽ വഴങ്ങണം. ഉല്ലാസ് ബാബു തുടരാം. ശരി 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 ജാതിയും മതവും ശരി ഉല്ലാസ് ഉല്ലാസ് പഴയകാല കച്ചവടം ഉണ്ടല്ലോ, ആ കച്ചവടം നീ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഉല്ലാസ് സമയം നമ്മളിവിടെ പൂർണ്ണമാവുകയാണ്. ആരാ സന്ദീപ് വാര്യർ? തന്റെ പാർട്ടി നേതാവല്ലേ? ഞങ്ങളുടെ പാർട്ടിക്കാരനാണോ? നിങ്ങൾ വർത്തമാനം പറയാൻ വേണ്ടി ഒരു സംസ്കാരമില്ലാത്തവർ ഇവിടെ അല്ല, നമ്മൾ വ്യക്തിപരമായി പോകേണ്ടതില്ല ഉല്ലാസ്. നന്ദി ഉല്ലാസ്, നന്ദി റിജിൽ ബാക്കുട്ടി, നന്ദി. Debate with Dr. Arun Kumar.